ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എല്ലാവരും സ്റ്റോർ റൂമിൽ കയറിയിട്ട് റേഷൻ വന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ നെവിനും നൈസായിട്ട് ഇവരുടെ കൂടെ അകത്ത് കയറി. പക്ഷേ അതിനകത്ത് റേഷനൊപ്പം ഒരു ഭരണിക്കകത്ത് ബിഗ് ബോസ് 15,000 രൂപയുടെ ഒരു ചെക്കും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെക്ക് കയ്യിൽ കിട്ടിയത് നമ്മുടെ നെവിൻ്റെയാണ്. നെവിൻ എല്ലാം ചെന്ന് തുറന്ന് നോക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. നെവിൻ നൈസായിട്ട് അകത്ത് ചെന്നു. ആ ഭരണി തുറന്നപ്പം ചെക്കിരുന്നു. അത് നെവിൻ എടുക്കാൻ പറ്റത്തില്ല. നെവിൻ അത് പോക്കറ്റിലിട്ടുകൊണ്ട് ഓടി. പുറകെ അതിലെ നൂറ ഓടി. നെവിൻ അത് ചെന്നിട്ട് എവിടെയോ ഒരു ഫ്ലവർ വേസിനകത്ത് ഒളിപ്പിച്ച് വെക്കാൻ നോക്കിയപ്പോൾ നൂറ അത് പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ തിരിച്ചു തരണം, നിനക്കത് കയ്യിൽ വെക്കാൻ പറ്റില്ല, നീ അത് മീൻസ് എടുക്കാൻ പറ്റില്ല എന്ന് ഓൾറെഡി റൂളുണ്ട്, അത് എൻ്റെ കയ്യിൽ തിരിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ നൂറ നെവിൻ്റെ കയ്യിൽ നിന്ന് പൈസ, ആ ഒരു ചെക്ക് മേടിച്ചു. അങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് നൂറ മേടിച്ചത്. അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ആരുടെ കയ്യിലാണോ ചെക്ക് ഇരുന്നത് ആ ആൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന്. അപ്പോൾ നൂറയുടെ കയ്യിലാണ് നിലവിൽ ചെക്ക് ഇരുന്നത്. അപ്പോൾ നൂറ അത് കൊടുത്തില്ല തിരിച്ച്. എന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യട്ടെ, നിനക്ക് തരണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിനക്ക് തരാമെന്ന്. പക്ഷേ എന്തായാലും എടുത്തത് നെവിനല്ലേ, അപ്പോൾ എന്തായാലും ബിഗ് ബോസ് പറയുകയാണ് അത് നെവിൻ്റെ കൊടുക്കാൻ. അത് നെവിൻ്റെ തന്നെ കൊടുത്തു. എന്നിട്ട് നെവിനോട് ബിഗ് ബോസ് ചോദിക്കുകയാണ് നെവിന് ഇത് ആരുടെയിൽ കൊടുക്കാനാണ് താല്പര്യം. അപ്പം നെവിൻ അപ്പം തന്നെ അക്ബറിന് കൊടുക്കാനാണെന്ന് പറയുന്നു. എന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് നെവിൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെക്കുകയാണ്. പകുതി പൈസ കൊടുക്കണമെന്നും അങ്ങനത്തെ ഉള്ള ഒരു രീതിയിൽ കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് പറയാണ് 50-50 എനിക്ക് തരണം എന്നുള്ള രീതിക്ക്. അപ്പോൾ അക്ബർ അത് സമ്മതിച്ചു, ഞാൻ നിന്നെ ചതിക്കില്ലടാ, ഞാൻ നിനക്ക് പൈസ തരും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നു. നെവിൻ തന്നെ ചെക്ക് സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് പറയുന്നു പറ്റില്ല, അത് അവിടെ അക്ബറിൻ്റെ തന്നെ കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ നെവിൻ ആ ചെക്ക് അക്ബറിന് കൈമാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലാലേട്ടനെ നെവിൻ നല്ല രീതിക്ക് പ്രാകുന്നുണ്ട് കേട്ടോ. എനിക്കായിരുന്നു ആ പൈസ കിട്ടേണ്ടത്, ആ ലാലേട്ടൻ കണ്ടു എനിക്ക് അതും കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത് അവൻ്റെ കയ്യിലിരിപ്പോൾ കിട്ടിയ ശിക്ഷയാണ്. അത് ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവനത് അനുഭവിക്കാനുള്ള യോഗമില്ല, അത് പറഞ്ഞാൽ മതി.